നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ 410 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 46,973 ഉയർന്നു. 24 മണിക്കൂറിടെ 304 പേർ രോഗമുക്തി നേടി. രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 35,469 ഉയരുകയുണ്ടായി. കോവിഡ് ബാധിച്ച് 2 പേർ കൂടി മരിച്ചതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. മരണസംഖ്യ 310 ആണ്. ഒമാനിൽ ഇന്ന് കോവിഡ് ബാധിച്ച് 6 പേർ കൂടി മരണപ്പെട്ടു. ഇതോടെ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 159 ഉയർന്നു. 919 പേർക്ക് കൂടി കോവിഡ് രോഗം ബാധിച്ചതായി ഇന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പുതിയതായി രോഗം പിടിപെട്ടവരിൽ 517 ഒമാൻ സ്വദേശികളും 402 വിദേശികളുമാണ് ഉൾപ്പെടുന്നത്. ഇതിനോടൊപ്പം 36,953 പേർക്കാണ് രാജ്യത്ത് കോവിഡ് രോഗം പിടിപെട്ടത്. ഇതിൽ 20,363 രോഗികൾ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 688 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 688 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. ഇതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം 44,391 രോഗമുക്തി നേടിയവരുടെ എണ്ണം 34,586 ഉയർന്നു. ഇന്ന് 3 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം 344 ഉയർന്നു. പുതിയ രോഗികളിൽ 444 പേർ കുവൈറ്റ് പൗരന്മാരാണ്. ഫർവാനിയ ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന 149 പേർക്കും ഹവല്ലി ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന 91 പേർക്കും അഹമ്മദിയിൽ നിന്നുള്ള 194 പേർക്കും ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നിന്നുള്ള 81 പേർക്കും ജഹ്റയിൽ നിന്നുള്ള 173 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് വെള്ളിയാഴ്ച 46 മരണം സ്ഥിരീകരിച്ചു. 1938 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 1474 ആകെ രോഗബാധിതരുടെ എണ്ണം 174,577 ഉയർന്നു. 24 മണിക്കൂറിനിടെ 2,589 പേർ സുഖം പ്രാപിച്ചു. ആകെ രോഗമുക്തരുടെ എണ്ണം 1,20,471 52,632 പേരാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2,273 പേർ ഗുരുതരാവസ്ഥ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കഴിയുന്നത്. മലയാളി സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരിച്ചു. ജിദ്ദ ഇർഫാൻ ആശുപത്രിക്ക് സമീപം സിദ്ദീൻ റോഡിലാണ് മലപ്പുറം കൊണ്ടോട്ടി ഒളവട്ടൂർ മങ്ങാട്ടുചാലിൽ MC മുഹമ്മദ് ഷാ ഹാജിയുടെ മകൻ അബൂബക്കർ സിദ്ദിഖ് വാഹനമിടിച്ച് മരിച്ചത്. 47 വയസ്സാണ്. ജിദ്ദയിൽ ഭക്ഷ്യധാന്യങ്ങൾ പൊടിച്ചു നൽകുന്ന കട നടത്തി വരികയായിരുന്നു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണുകയും ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ രാത്രിയിൽ ഭക്ഷണം വാങ്ങാനായി പുറത്തിറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചതെന്ന് സംശയിക്കുന്നു. 19 വർഷമായി ജിദ്ദയിലുള്ള അദ്ദേഹം ഫൈസലിയയിൽ ബന്ധുക്കൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. UAE-യിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഇന്ത്യയിലെ UAE എംബസിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണമെന്ന് നിർദ്ദേശം. പ്രവാസികളിൽ തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗകര്യമൊരുക്കണമെന്ന് ആവശ്യം ഇതിനോടകം തന്നെ വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച UAE ഇതിനായി പ്രത്യേക നിബന്ധനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE-യിൽ മൂലകോശ ചികിത്സ നടത്തിയ 2000 COVID-19 രോഗികളിൽ 1200 പേരുടെയും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായതായി ആരോഗ്യ വകുപ്പ് വെളിപ്പെടുത്തുകയുണ്ടായി. ഇവർ പൂർണ്ണമായും സുഖം പ്രാപിച്ചതായും അബുദാബി സ്റ്റെം സെൽ സെന്റർ അറിയിച്ചു. കോവിഡ് ബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനുള്ള UAE സർക്കാർ തീരുമാനത്തെ തുടർന്നാണ് സ്റ്റെം സെൽ ചികിത്സ വ്യാപകമാക്കുന്നത്. പരമാവധി രോഗികൾക്ക് ആരോഗ്യ വകുപ്പിന്റെ ഇടപെടലോടെ ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഇത്തിഹാദ് എയർവേസിന്റെ ആദ്യ വിമാനം കണ്ണൂരിലെത്തി. ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ സഹകരണത്തോടെ അബുദാബി KMCC നടത്തിയ ചാർട്ടേഡ് വിമാനം 174 യാത്രക്കാരുമായി ഇന്നലെ വൈകിട്ട് കണ്ണൂരിലിറങ്ങി. വാട്ടർ ഗൺ സല്യൂട്ട് നൽകിയാണ് ഇത്തിഹാദ് വിമാനത്തെയും യാത്രക്കാരെയും കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം സ്വീകരിച്ചത്. ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ആക്ടിംഗ് പ്രസിഡന്റ് TK അബ്ദുൽ സലാം, ട്രഷറർ ഹംസ നടുവിൽ, BC അബൂബക്കർ, KMCC സംസ്ഥാന ഭാരവാഹികളായ അസീസ് കാളിയാടൻ, ETM സുനീർ, A സഫീഷ്, ആലം കണ്ണൂർ, അബ്ദുള്ള കാക്കുനി, അബ്ദുൽ ഖാദർ ഒളവട്ടൂർ എന്നിവർ യാത്രയാക്കാൻ എത്തിയിരുന്നു. കോവിഡ് നിയന്ത്രണ വിധേയമാക്കുന്ന അബുദാബിയിൽ കൂടുതൽ ഇളവുകൾ. ഷോപ്പിംഗ് മാൾ, റെസ്റ്റോറന്റ് തുടങ്ങി വാണിജ്യ സ്ഥാപനങ്ങളിൽ 60% പേരെ പ്രവേശിപ്പിക്കാമെന്ന് ആരോഗ്യ രോഗ പ്രതിരോധ ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നേരത്തെ 40% പേർക്കായിരുന്നു പ്രവേശനാനുമതി. നിയന്ത്രണങ്ങളിലെ ഇളവ് ആരോഗ്യ സുരക്ഷയിലെ ഇളവായി കാണരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. പൊതുസ്ഥലങ്ങളിൽ മാസ്കും ഗ്ലൗസും ധരിക്കുക, അകലം പാലിക്കുക, സാനിറ്റൈസറോ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ ഇടയ്ക്കിടെ
കൈകൾ ശുചീകരിക്കുക തുടങ്ങിയ ശുചിത്വ മാർഗനിർദ്ദേശം പാലിച്ച് കോവിഡ് പകർച്ച തടയുന്നതിൽ സർക്കാരിനൊപ്പം പങ്കുചേരണമെന്നും വ്യക്തമാക്കി. ഒമാനിൽ നിന്ന് വിമാന സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ഖുദൈസി. കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ്. അതേസമയം രാജ്യത്ത് നിന്ന് ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെന്നും വ്യക്തമാക്കി. കോവിഡ് പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും സർവീസുകൾ അനുമതി നൽകിയിട്ടില്ല. ഓരോ രാജ്യവും നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടായാൽ നടപടികൾ വേഗത്തിലാക്കുമെന്നും പറയുകയുണ്ടായി. ട്രാഫിക് ഫൈനുകൾ അടയ്ക്കുന്നവർക്കുള്ള 50% ഇളവുകൾ ജൂൺ 30 വരെ മാത്രമെന്ന് അധികൃതർ അറിയിച്ചു. ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഏപ്രിൽ 1 മുതലാണ് ഇളവ് അനുവദിച്ചത്. ഈ വർഷം മാർച്ച് 31 മുമ്പ് നടത്തിയ നിയമലംഘനങ്ങളുടെ പിഴകൾക്ക് മാത്രമാണ് ആനുകൂല്യം. ജൂൺ 30 മുമ്പ് അതോറിറ്റിയുടെ വെബ്സൈറ്റായ www.srta.gov.ae എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഇളവ് നേടാവുന്നതാണ്. സൗദി അറേബ്യയിലെ മന്തഖ് പ്രവിശ്യ ഗവർണർക്കും കുടുംബാംഗങ്ങൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഗവർണർ മുഹമ്മദ് അൽ ഫായിസിനെ അൽബാഹയിലെ കിങ് ഫഹദ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം കഴിയുന്നത്. ഗവർണർക്ക് പുറമെ മാതാവിനും പിതാവിനും സഹോദരനും 2 സഹോദരിമാർക്കും കോവിഡ് പിടിപെട്ടതായി അദ്ദേഹത്തിന്റെ മകൻ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.